ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മറ്റൊരു നേട്ടം കൂടി. ഹെർണിയ ശസ്ത്രക്രിയ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി നടത്തി. ഇതോടെയാണ് ആശുപത്രി പുതിയ നേട്ടം കൈവരിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മറ്റൊരു നേട്ടം കൂടി. ഹെർണിയ ശസ്ത്രക്രിയ താക്കോൽദ്വാര ശസ്ത്രക്രിയയായ ലാപ്രോസ്കോപ്പിക് രീതിയിൽ വിജയകരമായി നടത്തി. ഇതോടെയാണ് ആശുപത്രി പുതിയ നേട്ടം കൈവരിച്ചത്. സാധാരണയായി സർക്കാർ ആശുപത്രികളിൽ ഹെർണിയ ശസ്ത്രക്രിയ നടത്താറുണ്ടെങ്കിലും താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ ഹെർണിയ ചികിത്സ നൽകുന്നത് വളരെ വിരളമായ ആശുപത്രികളിൽ മാത്രമാണെന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ സർജൻ ഡോക്ടർ നിഷാദ് വ്യക്തമാക്കി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ലാപ്രോസ്കോപ്പിക് ഹെർണിയ ശസ്ത്രക്രിയ ആരംഭിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമായ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ എല്ലാ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രികളായാലും. പക്ഷേ കേരളത്തിൽ വളരെ വിരളമായ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് താക്കോൽദ്വാരം മുഖേന ഹെർണിയ സർജറി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായ കാര്യം പങ്കുവയ്ക്കാനുള്ളത്, നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പിക് ഹെർണിയ സർജറി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഇതിലൂടെ വിജയകരമായി നടത്തിയത്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം സ്വദേശിയായ രൺധീറിനാണ് ശസ്ത്രക്രിയ നടത്തിയത്. അതിനുശേഷം പൂർണ്ണമായി സുഖം പ്രാപിച്ച അദ്ദേഹത്തെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെന്നും ഡോക്ടർ നിഷാദ് വ്യക്തമാക്കി. പക്ഷെ നമുക്ക് സന്തോഷത്തോടെ പറയട്ടെ, ഇന്നലെ നമ്മളൊരു കേസ് ചെയ്തു. 2 സൈഡും ഹെർണിയുള്ള ഒരു വ്യക്തിക്ക്, കുന്നംകുളം സ്വദേശിയാണ്, അദ്ദേഹത്തിന് ഇന്നലെ ഹെർണിയ സർജറി ചെയ്തു. ഇന്ന് ആൾ പൂർണ്ണമായി ഭേദപ്പെട്ടതുകൊണ്ട് ഇന്ന് ഡിസ്ചാർജ് ആക്കുന്ന സന്തോഷ വിവരം അറിയിക്കും. കൂടാതെ ആശുപത്രിയിൽ എൻഡോസ്കോപ്പി സംവിധാനവും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ അന്നനാളം, ആമാശയം തുടങ്ങിയ ദഹനനാളവുമായി ബന്ധപ്പെട്ട അവയവങ്ങളിലെ രോഗങ്ങളും പ്രത്യേകിച്ച് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകളും നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നും ഡോക്ടർ വ്യക്തമാക്കി. അപ്പോൾ ഇതിന് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട്. കൂടാതെ നമ്മുടെ ആശുപത്രിയിൽ എൻഡോസ്കോപ്പി കൂടിയുണ്ട്. അത് മുമ്പേ ഉള്ളത് തന്നെയാണ്, ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ എൻഡോസ്കോപ്പിയിലൂടെ അന്നനാളത്തിലും ആമാശയത്തിലും അതുമാതിരി വൻകുടലിലോ ചെറുകുടലിലോ ഉള്ള ക്യാൻസറുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷവും ഉണ്ട്. അതുപോലെ ഇത്തരം സേവനങ്ങൾ